ഹലോ ഗായ്സ്, ലൈഫ് വിത്ത് പാണ്ടൻസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ്. രാവിലെ തുടങ്ങിയ മഴയാണ്, ഇതുവരെ മാറിയിട്ടില്ല. മഴയും മഞ്ഞൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പൊ വൈകുന്നേരം ആയപ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം, ഒരു അരിയുണ്ടി ഉണ്ടാക്കി തിന്നാലോ എന്ന്. അത് പെട്ടെന്ന് വന്ന ആഗ്രഹമല്ല. അമ്മ ഇങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞ മാസം അരി വറുത്തത് ഉണ്ടാക്കിയതിന്റെ കഥ പറയണത് ഞാനൊന്ന് കേട്ടു. അപ്പൊ പെട്ടെന്ന് ഈ തണുപ്പില് അരിയുണ്ടി കട്ടൻ ചായയും കുടിക്കാനായിട്ടൊരു ആഗ്രഹം. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു വന്ന കുറച്ച് അരിയുണ്ടി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പൊ ഞാൻ അതിനുള്ള അരി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരി ഉണ്ടക്ക് അരി മാത്രം പോരാ, തേങ്ങ വേണം, പിന്നെ അരി വേണം, പിന്നെ ശർക്കര വേണം. ഈ മൂന്ന് സാധനം, ഞാൻ ഈ മൂന്ന് സാധനം വെച്ചിട്ടാണ് അരിയുണ്ടി ഉണ്ടാക്കാറ്. ചിലര് ഏലക്കായ ചേർക്കാറുണ്ട്. അങ്ങനെ എന്നെ ഫ്ലേവറിനനുസരിച്ച് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാൻ പറ്റത്തില്ല. ഏലക്കായ അങ്ങനെയൊക്കെ നമുക്ക് ചേർക്കാം. പക്ഷെ എനിക്ക് ഏലക്കായുടെ ഫ്ലേവർ പായസത്തിലല്ലാതെ വേറെ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് അരിയുണ്ട ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് അരിയുണ്ട ഉണ്ടാക്കാം. ബാ, ഐശ്വര്യമായിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഈശ്വര, അരിയുള്ള സെറ്റപ്പാണേ. പാത്രം വെക്കാം. പാത്രമല്ല, ഇതിന് ഉരുളി അല്ലേ? അതെ. ഇനി നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് വറുക്കാം. ഇത് പിന്നെ പറയട്ടെ ഞാൻ പറഞ്ഞു. ഒന്നുമില്ല ഗൈസ്, അതിന് നമുക്ക് തിരിച്ചിടാം. നമുക്ക് വറുത്തെടുക്കാം. എല്ലാ വറുക്കുന്ന സാധനങ്ങളിലും നമ്മ എണ്ണ ഒഴിക്കണ്ടെന്നുള്ളതിന് തെളിവാണ് അരി വറുക്കുമ്പോ എണ്ണ ഒഴിക്കണ്ടെന്നുള്ളത്. മീൻ വറക്കുമ്പോഴും വേണം. അതല്ല, ഒന്നിനും എണ്ണ വേണ്ടെന്ന് പറഞ്ഞ ഒന്നിനല്ല, എല്ലാ സാധനങ്ങളിലും എണ്ണ ഒഴിച്ച് വറക്കരുത് എന്നുള്ളതിന് ഒരു തെളിവാണെന്ന് അരി വറക്കുമ്പോ എണ്ണ ഒഴിക്കരുത് എന്നുള്ളത്. നീ പറഞ്ഞ അങ്ങനെ തിരിഞ്ഞത് എനിക്ക്. വിളിച്ചതോ എന്തിനാ വിളിച്ചെന്നൊക്കെ? അതെ അതെ. നമുക്ക് ഈ അരി അമ്മ കഴിഞ്ഞ മാസം അരി വറുക്കാൻ എടുത്തപ്പോ കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്. അത് അതിന്റെ ബാക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല അരിയാണ് ഗൈസ്. ജയ് ഹിന്ദ്. വേഗം വേവും. ഇത് എന്റെ അമ്മയുടെ ഒരു അരിയുണ്ട റെസിപ്പിയാണ് ഗൈസ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് എന്റെ അനിയന് പണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. ഈ 10 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ പുട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇടത്തില്ലേ, അതുപോലെ ഞങ്ങൾക്ക് വിശക്കുമായിരുന്നേ. അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾക്ക് അമ്മ ഇത് ഉണ്ടാക്കി തന്നെയായിരുന്നു. ഈ അരി ആയതുകൊണ്ട് ഇങ്ങനെ വയറ്റി കുതിരാതെ കിടക്കുമല്ലോ, പെട്ടെന്ന് വിശക്കത്തില്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊറേ അരിഞ്ഞുണ്ട് ഞാൻ തിന്നിട്ടുള്ളത്. പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. വറന്ന് വരുന്നുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകരുത്. അരി കരിഞ്ഞു പോയി കഴിഞ്ഞാല് ഇതിന്റെ ടേസ്റ്റ് പോകും. വറുത്തെടുക്കണം, അതാണ് ഇതിന്റെ ഏക ടാസ്ക്. കണ്ടതിന്റെ കളറും അങ്ങനെ വരുന്നത്. ഇത് വറന്ന് കഴിഞ്ഞ അപ്പൊ തന്നെ നമ്മൾ പാത്രത്തിൽ മാറ്റി വെക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരില് നല്ല ചൂട് പിടിക്കുന്ന പാത്രമല്ലേ. അപ്പൊ വറന്നപ്പോ തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്കോ പേപ്പറിലേക്കോ നമ്മള് മാറ്റിയിടണം. എല്ലാന്നുണ്ടെങ്കിൽ ഈ ഉരുളി ചൂട് പിടിച്ച് അരിഞ്ഞു പോകും. കേട്ടോ കേട്ടോ, അരി പൊട്ടുന്ന വെച്ച കേട്ടോ. ടിങ് 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 ടിങ്. അരി പൊട്ടുന്നത് വേറൊരു ഒച്ചയിലാണ്. എന്താ ശരിയാക്കിട്ടുള്ള
കണ്ടോ ഗൈസ്, കറുത്തിരുന്ന അരികൾ വെളുത്ത് വരുന്നത് എന്താണല്ലേ? അതെ അതെ. അപ്പൊ നമ്മ വെള്ള അരിയാണ് എടുക്കണെങ്കിൽ കറുത്ത് വരുമോ? എനിക്കറിയില്ല. അതിനുത്തരം നിങ്ങൾ പറയൂ ഗൈസ്. അതെ, കുറെ സെറ്റ് ആയിട്ടുണ്ട്. ഉണ്ടോ, കുറച്ചും കൂടെ ഉണ്ട്. ഇതിപ്പോ ഞാൻ ഇളക്കി ഇളക്കി പകുതി കാണൂലെന്നാണ് തോന്നണത്. പകുതി കുറച്ചേക്ക് ചാടിപ്പോകും. അതൊക്കെ ഇളക്കാൻ രീതിയുണ്ട്. ആ ഓക്കെ ഗായ്സ്, അരി മൊത്തം വറുത്തിട്ടുണ്ട്. ഉണ്ണി ഓഫ് ചെയ്തോ? ഗ്യാസ് ഓഫ്? ആയില്ലല്ലോ. എന്താ വെച്ചാല് ബാക്കി ആയിട്ടുണ്ട്, മൊത്തമായിട്ടുണ്ട്. ബാക്കിയാണെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതാ ചൂടിക്കിടന്നായിക്കോളൂ. ഓഫ് ചെയ്തോ? ആ ഗ്യാസ് ഓഫ് ചെയ്തു. അനുസരണ ഉണ്ടാക്കാം. സെറ്റായ അരി നമുക്ക് മുറം വെച്ചിട്ടുണ്ട്. അടിയില് ഇത് ആ പേപ്പറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ല ചൂടുണ്ട്. പേപ്പർ മാറ്റാൻ മതിയായിരുന്നല്ലോ. ഓ, അതിലൊരു ഗുമ്മില്ലെന്ന്. അതെ, അതൊന്ന് വലിച്ചേ. എടാ, അതങ്ങനെ ഇരുന്നോട്ടെ. മാറ്റിക്കേ. എന്റെ മുറം വേണ്ടെന്ന് പറഞ്ഞു ഗൈസ്. ഇനി അപ്പൊ നമുക്ക് ഉണ്ണി അതിൽ പടം വരക്കട്ടെ. നമുക്ക് അപ്പക്കും പോയി തേങ്ങ ചിരവി എടുക്കണം. പിന്നെ ശർക്കര ഒന്ന് ചതച്ചെടുക്കണം. അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നേ. അത് നമുക്കിനി ചിരവി എടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, ഇതൊരു വലിയ ഉണ്ടയാണ്. നമുക്ക് ഇത്ര ആവശ്യമില്ല, ഇതിന്റെ പകുതി മതി. പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് ചിലർക്ക് ഭയങ്കര മധുരം ഇഷ്ടമായിരിക്കും, ചിലവർക്ക് കുറച്ച് മധുരം മതിയായിരിക്കും, ചിലർക്ക് മീഡിയം. ഞങ്ങൾക്കൊരു മീഡിയം. അപ്പൊ ഈ ശർക്കരയുടെ പകുതി, 1/2 കിലോ ശർക്കര. അപ്പൊ ഈ ഒരു കഷ്ണവും ഇതിന്റെ ഒരു 1/4 ഭാഗവും കൂടെ മതിയാവും. ഇനി ഇത് നമുക്ക് ഇടിച്ച് പൊട്ടിച്ചെടുക്കണം. ഇട വേണമെങ്കിൽ ആ അരി എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവിടെ വെച്ച് ചെയ്യാം. എനിക്കിതിങ്ങനെ കറക്കി എടുക്കാൻ. ഏട്ടാ, പൊട്ടിക്കൈ ഇത് ഇത്രയും പൊട്ടിയ പോരാ, അതിന് ചെറുതാക്കി ഉടയ്ക്കണം. ഇതോ? അതല്ല, ഇത്രയും പോരെ? ശരിക്കും പറഞ്ഞാല് ഇത് ആ കഷ്ണം കൂടി മതിയോ നമുക്ക്? ആ ഒരു കഷ്ണം തേങ്ങ ചെരുവി തരാന്നും പറഞ്ഞിട്ട് അമ്മ കടന്നു വരികയാണ്. നിങ്ങൾക്കുണ്ട് ഇത്ര സ്നേഹമുള്ള അമ്മയമ്മ, പക്ഷെ എനിക്കുണ്ടെന്ന്. അത് മതി, അത്ര മതി, അത്ര മതി. അപ്പൊ അതിന്റെ പകുതി മതി. ശരി, മതി മതി മതി. ദേ അപ്പൊ ശർക്കരയൊക്കെ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ശർക്കരയുടെ തലക്കടിച്ച് ബോധം കെടുത്തി ഈ പരുവാക്കിയിട്ടുണ്ട്. ഇനി ഇതേ നമുക്ക് തേങ്ങ ശർക്കരയും കൂടെ ഇതിലേക്കിടാം. അപ്പൊ നമ്മ വിചാരിക്കും ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോണെന്ന്. ഇത് നമ്മൾ ഇനി മിക്സിയിലിട്ട് അടിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കണമെന്നില്ല, ഒരു ചതച്ച പരുവല്ല. ഇതിന്റെ രണ്ടിന്റെ ഒരു മീഡിയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് പറയാൻ അറിഞ്ഞൂടാ ഗൈസ്. അപ്പൊ നമുക്കിനി ഐശ്വര്യമായിട്ട് ഈ അരി മിക്സിയിലേക്ക് ഇടാം. ശരി, നന്നായി വരണേ, നന്നായി വരണേ.
ഇനി നമുക്ക് ആദ്യം ഇത് പൊടിച്ചെടുക്കാവേ, എന്നിട്ട് വേണം തേങ്ങയും ശർക്കരയും കൂടെ പൊടിച്ചെടുക്കാനായിട്ട്. ഇതേ ഗൈസ്, ഈ പരുവത്തിലാണ് നമ്മ അരി പൊടിച്ചെടുക്കേണ്ടത്. ഒത്തിരി അങ്ങോട്ട് ഒരു പുട്ടുപൊടിയുടെ പാകം, അതായത് കുറച്ച് തരി വേണം താനും, എന്നാലും ഒത്തിരി തരി ആവാനും പാടില്ല. അങ്ങനത്തെ പാകത്തിലാണ് പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പൊ നമുക്കിനി ഇതിലേക്ക് ഉണ്ടോ. ഇനി നമുക്ക് ഈ മിക്സിൽ തന്നെ നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടെ അങ്ങോട്ട് എന്താക്കി എടുക്കണം, അരച്ചെടുക്കണം. ദേ ഗൈസ്, ഞാൻ പറഞ്ഞത് ദീപരുവാണ് കണ്ടോ, ഇങ്ങനെ ചതഞ്ഞതുമാണ് എന്നാലേ അരഞ്ഞതുമാണ് ആ ഒരു ഭാഗം അല്ലേ, അത് തന്നെ. അതെ. നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് കൈവച്ച് തന്നെ ചെയ്യണം അല്ലേ, എന്നാലേ ആ ഒരു എന്താ അല്ല ഈ ഒരു ഭാഗം ഇങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റിയൊരു ഭാഗം. ഇതിങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുവാണ്. കണ്ടോ ഗൈസ്, അല്ല ഈ ഒരു പരുവം അല്ല എങ്ങനെയുണ്ട്, സഹിക്കാൻ പറ്റുന്നത് ഗൈസ്. ഇത്തിരി ഞാൻ തിന്നുവാണേ. സൂപ്പർ. നമുക്ക് കുറച്ച് ഉണ്ണിക്ക് കൊടുക്കാം. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? നമുക്ക് ഒരേ ഉണ്ട ഉണ്ടാക്കാൻ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് വേണമെങ്കിൽ വലിയ ഉണ്ട ഉണ്ടാക്കാം, കുഞ്ഞിൻ്റെ ഉണ്ടാക്കാം. ഞാൻ ചെറിയ ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഉണ്ട ഉണ്ടാക്കുമ്പോൾ കുറേ തിന്നാലോ, വലിയ ഉണ്ടയാകുമ്പോൾ കുറച്ചല്ലേ തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുഞ്ഞുണ്ടാക്കാൻ നമ്മുടെ ഈ അരിയുണ്ടയുടെ ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ എന്താണെന്നറിയും, ഈ അരിയുണ്ടയും മുട്ട പൊരിച്ചത്. സൂപ്പറാണ്. എനിക്ക് മാത്രം അത് ഇഷ്ടപ്പെടുള്ളാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാനിന്ന് മുട്ടീൻ്റെ ഒപ്പം പൊരിച്ച് തിന്നാത്തത്. അടുത്ത ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, അങ്ങനെ നോൺ വെജ് ഒഴിവാക്കിയൊക്കെയാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം എന്തായാലും മുട്ട പൊരിച്ച് തിന്നാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇങ്ങനെ ഉണ്ടാവും. ഈ അരിയുണ്ട് വീട്ടിലുണ്ടാക്കിയിട്ട് ഒരു ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ഒരു ഓംലേറ്റ് അങ്ങ് അടിക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി അങ്ങ് തിന്ന് നോക്ക്. ആഹാ, എനിക്കത് പറയുമ്പോൾ തന്നെ വയറുള്ള മനി. സൂപ്പർ. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എളുപ്പം തീരും, വേഗം. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, മധുരമുള്ള സാധനമല്ലേ, അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ്. എന്നാലും ഒത്തിരി സാധനങ്ങളും വേണ്ട, ഒത്തിരി സമയവും വേണ്ട. അപ്പൊ നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും അരിയുണ്ടല്ല, സ്വാദിഷ്ടമായ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം. ഓക്കെ, വരുന്നത് കണ്ടോ. എനിക്ക് വെട്ടം വെക്കട്ടെ, നിങ്ങൾ തീർതി വെക്കാം. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും കൊല്ലമായിട്ട് അല്ല, ഇനി പ്രതീക്ഷിക്കാൻ എടുക്കണേ ഉള്ളതൊക്കെ അല്ലേ അമ്മ? സൂപ്പർ സൂപ്പർ. സൂപ്പർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.